എല്ലാരും വ്യത്യസ്തരാണല്ലോ. അള്ളാഹു ആണല്ലോ വ്യത്യസ്തമാക്കി. ഇപ്പൊ നമ്മളെ പൂന്തോട്ടത്തേക്ക് നോക്കിയാലേ ഒരേ വെയില് കൊണ്ട് ഒരേ മഴ കിട്ടി നമ്മൾ ഒരേ വളമിട്ട് കൊടുത്ത് ഒരേ മണ്ണിൽ മുളച്ചു പൊന്തുന്ന ചെടികളൊന്നും കാണാൻ ഒരേപോലെയല്ല. അതിന്റെ ഗന്ധം ഒരേപോലെ, രൂപം ഒരേപോലെയല്ല. ഇതേ വ്യത്യാസം മനുഷ്യന്മാർക്ക് മുഴുവുണ്ടാകും. എന്നെപ്പോലെ ആകൂല കാക്ക, എന്നെപ്പോലെ ആകൂല അനിയൻ, എന്റെ സ്വഭാവം ആകൂല ഭാര്യക്ക്, എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവം ചിന്താഗതി ആകൂല. ഇത് മനസ്സിലാക്കുമ്പോ നമ്മൾ എടുക്കേണ്ട തീരുമാനം, ഓരോരുത്തർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ചിന്തയിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ എന്റെ കാരണം കൊണ്ട് കുടുംബം മുറിയാൻ പാടില്ല എന്ന് ഉറച്ച് തീരുമാനിക്കുക. നമ്മളൊക്കെ എപ്പോഴാണ് നമ്മുടെ കുടുംബത്തിന്റെ നിലയും വിലയും ഉണ്ടാകുന്ന ആൾക്കാരായിട്ട് മാറുക? കുടുംബത്തിന് നിലയും വിലയും ഉണ്ടാകുക കുടുംബം പൊട്ടിച്ചു പോകുമ്പോഴല്ല. അല്ല, അള്ളാഹു ഒരു അടിമക്ക് ഉയർത്താതിരിക്കൂല. അയാള് വിട്ടുവീഴ്ച കാണിച്ചാൽ, അയാള് വിനയം കാണിച്ചാൽ അയാളെ പദവി ഉയർത്തുള്ളൂ. താഴ്ന്ന് കൊടുക്കുന്നോർത്ത് നമ്മള് പടച്ചോന്റെ മുമ്പിൽ വലുതാകും, നാട്ടാരുടെ മുമ്പിൽ വലുതാകും, കുടുംബക്കാരുടെ മുമ്പിൽ വലുതാവും. ഞാൻ പിടിച്ചോർത്തുക്കും, ഞാൻ മാറൂല, വേണമെങ്കിൽ ഓര് മാറിക്കോട്ടെ, ഓര് തിരുത്തിക്കോട്ടെ, ഞാൻ എങ്ങനെ നിൽക്കും, ഇങ്ങനെയൊക്കെ ചേരിയാ മതി, ഇങ്ങനെ കൂടെ നിന്നാ മതി എന്ന വർത്തമാനം കൊണ്ട് കുടുംബം പൊട്ടുള്ളൂ. ആ പൊട്ടിച്ചോണ്ട് ഞമ്മക്ക് ദുനിയാവിലൊരു വിലയുണ്ടാവില്ല.